സുപ്രീം കോടതിയിൽ പോണതല്ല, നിയമവിദഗ്ധന്മാരായിട്ട് ആലോചിച്ചിട്ട് നമുക്ക് ഇതിനെ എന്ത് രീതിയിൽ നേരിടാൻ പറ്റും എന്നുള്ളതാണ്. ആദ്യത്തെ ഒരു നമ്മൾ പറയില്ലേ ഈസിയസ്റ്റ് വേ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെട്ട് ഇതിലൊരു തീരുമാനം എടുക്കണം എന്നാണ്. എന്താ വെച്ചാൽ ഒരു ലെജിസ്ലേച്ചർ ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ചെയ്യുന്നുണ്ടോ എന്നുള്ള രണ്ടഭിപ്രായം ഉണ്ടത്. ആ അഭിപ്രായത്തിനെ കുറിച്ചൊരു ലീഗൽ ഒപ്പീനിയൻ എടുത്തതിന് ശേഷം മാത്രമേ അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. ഇതൊക്കെ സർക്കാരുകൾ വിചാരിച്ചെന്ന് നടക്കില്ലേ സാർ? ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താ? ഫോർ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു തരിക എന്നുള്ളതല്ലേ. നമുക്ക് ഈ വെടിക്കെട്ടിന്റെ ആനയുടെ കാര്യത്തിൽ രണ്ട് പ്രശ്നങ്ങൾ നിൽക്കുകയാണ്. അപ്പൊ തൃശ്ശൂർ പൂരത്തിന് എന്തെങ്കിലും ഒരു റിലാക്സേഷൻ എല്ലാ വർഷവും ഇതുപോലെ കോടതി കയറി നടക്കാതെ അങ്ങനെ ഒരു റിലാക്സേഷൻ അങ്ങനെ ഒരു ഉത്സവത്തിന് മാത്രമായിട്ട് റിലാക്സേഷൻ നിയമപരമായിട്ട് നിലനിൽക്കില്ല എന്നാണ് തോന്നുന്നത്. ഉത്സവങ്ങൾ ചെറുതായാലും വലുതായാലും, പൂരങ്ങൾ വലുതായാലും ചെറുതായാലും എല്ലാം നടക്കണം. തൃശ്ശൂർ മാത്രമല്ല, എല്ലാ ഉത്സവങ്ങളും നടക്കണം, പെരുന്നാളുകൾ നടക്കണം, എല്ലാം നടക്കണം. അതിൽ ഒരു കൂട്ടർക്ക് മാത്രം അതിനൊരു സ്പെഷ്യൽ സ്റ്റേറ്റസിൻ്റെ ആവശ്യമില്ല. അമിക്കസ് ക്യൂറിയുടെ ഈ ഇടപെടല് അവർ കഴിഞ്ഞ പൂരം തൊട്ട് അമിക്കസ് ക്യൂറി ഒരു ശത്രുതാ മനോഭാവത്തോടെയാണ് ദേവസ്വങ്ങളോട് പെരുമാറുന്നത്. എന്താണ് സെക്രട്ടറി അതിൽ അഭിപ്രായം പറയാൻ? നോ കമന്റ്സ്. ഈ ഇത്തരം നിയന്ത്രണങ്ങൾ വെടിക്കെട്ടിന്റെ കാര്യത്തിലാണെങ്കിലും ആനയുടെ കാര്യത്തിലാണെങ്കിലും നിയന്ത്രണം കൊണ്ടുവരുന്നത് ഇത് നടത്താനാണോ മുടക്കാനാണോ? അത് താങ്കൾ തന്നെ ഉത്തരം പറഞ്ഞു, മുടക്കാനാണെന്നുള്ളത്. താങ്കൾ തന്നെ ആ ഹിന്റ് തന്നതിൻ്റെ അർത്ഥം എന്താ? മുടക്കാനാണെന്നല്ല. അതായത് എല്ലാ സ്റ്റിപ്പുലേഷൻസും എല്ലാ കണ്ടീഷൻസും മീറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അതിനെ ഉയർത്തുക അല്ലെങ്കിൽ അതിനെ എക്സ്റ്റെൻഡ് ചെയ്തു, വെടിക്കെട്ടിലായാലും ആനയിലായാലും. അപ്പോൾ അത് ഒരു ടു എ ലാർജ് എക്സ്റ്റെൻറ്റ് നമുക്ക് പിന്നീട് അത് നടത്താൻ സാധിക്കില്ല.